വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകൾ ആരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ, എന്നാൽ അഭിമാനത്തോടെ, അഹങ്കാരത്തോടെയല്ല, വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ്. അഹങ്കാരം കാണിക്കുന്നവരല്ല. താഴ്മ എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കുഴയേണ്ട ആവശ്യമില്ല. അതാണ് ഉമർ തങ്ങൾ പഠിപ്പിച്ചത്. താഴ്മ കാണിക്കുന്നത് ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത്, തല ഉയർത്തിയിട്ട് നടക്കണം, ഇസ്സത്തോടുകൂടെ നടക്കണം. അഹങ്കാരം പാടില്ലതാനും. ആരാണ് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ്. അവർ അഹങ്കാരികളല്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ, നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ്. വിവരമില്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല. ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ പലതും എഴുതിവിടും, പലതും ചെയ്യും. അതിനൊന്നും മറുപടി കൊടുക്കാനും നിൽക്കണ്ട, അത് കണ്ട് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട. ഖാലൂ സലാമ, പോട്ടെ പോട്ടെ എന്ന്. ഖാലൂ സലാമ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ്. അള്ളാഹിന്റെ അടിമകളുടെ വിശദീകരണം സൂറത്തുൽ ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയുന്നത്. ഇങ്ങനെ ദുആ ഇരക്കുന്നവരാ. രണ്ട് ദുആനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അവര് ശിർക്ക് ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, ദാനം ചെയ്യുന്നവരാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ഇരുന്നു കൊണ്ടും സുജൂദിലും റുക്ഉയിലുമായിട്ട് റബ്ബിന് രാത്രി സമയം ചെലവഴിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ. അതിന്റെ ആരംഭം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി മെല്ലെ ധൃതി പിടിച്ച് നടക്കുന്ന നടത്തം അത് വേണ്ടെന്നാണ് ഈ ആയത്ത് പറയുന്നത്. ധൃതി പിടിച്ച് നടക്കരുത്, സൗമ്യമായ മാന്യമായൊരു നടത്തം. വെറുതെ തിരക്ക് പിടിച്ച്, എപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുക ചില ആളുകളുടെ സ്വഭാവം. അങ്ങനെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല. അങ്ങനെയുള്ളവർ ഇവിടെ ഇരുന്നിട്ടുണ്ടാവില്ല, സീറ്റ് കിട്ടിയാൽ ഇരിക്കൂല. എനിക്കിരിക്കാൻ പറ്റൂല. ചിലർക്ക് അങ്ങനെ അവർ ഇരുത്തോറക്കും, അവർക്ക് എണീറ്റ് നടന്നേ പറ്റൂ. ഇനി ബസ്സിൽ സീറ്റ് കിട്ടിയാലും നടക്കും ബസ്സിൻ്റെ ഉള്ളിൽ. എന്തേ? അവർക്ക് ഇരിക്കാൻ പറ്റൂല. ഒരു തരം അസമാധാനം അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ എവിടെ ഉറച്ചിരിക്കുമല്ലോ. ചിലർ പറയില്ല, അങ്ങനെ പല ഉദാഹരണം പറയാം, അതിനെ പോലെ ഇതിനെ പോലെ എന്നൊക്കെ. ഇസ്രാഅ് പാടില്ല. നേരെ മറിച്ച് ദീനിന്റെ ഒരു വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ധൃതി പിടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഒരു മനുഷ്യൻ കുളത്തിൽ വീണിട്ടുണ്ട്, കിണറ്റിൽ വീണിട്ടുണ്ട്, അപകടത്തിലാണെന്നറിഞ്ഞ് ധൃതി പിടിച്ചോടണം. അവിടെ നടക്കല്ല വേണ്ടത്, ഓടണം. നിങ്ങൾ ഫർള് നിസ്കരിക്കുകയാണ്, ഇപ്പുറത്തൊരു കുളമുണ്ട്, ഒരു കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട്, അവൻ രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഫർള് നിസ്കാരം മുറിച്ചിട്ട് ഓടണം എന്നാ ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ. പിന്നെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ മുറിക്കേണ്ട നേരങ്ങളുണ്ട്. ഒരു അപകടം സംഭവിക്കുന്നു, വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അവർ പാമ്പ് ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറി വരുന്നുണ്ട്, ഡോറിൻ്റെ ഉള്ളിൽ കൂടെ. നിസ്കാരത്തിലല്ലേ നിൽക്കേണ്ട ആവശ്യമില്ല, മുറിച്ചിട്ട് ആ പാമ്പിനെ കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്യുക, വീട് സുരക്ഷിതമാക്കണം, എന്നിട്ട് നിസ്കരിച്ചാൽ മതി എന്നാ. നിസ്കാരം മുറിച്ചിട്ട് ഓടണം. എന്തേ? മനുഷ്യന്റെ ജീവന് ഭയങ്കര വിലയാണ് ഇസ്ലാം കൊടുക്കുന്നത്, ഭയങ്കര വില. ഒരു കുട്ടി നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് കുട്ടീൻ്റെ തൊണ്ടയിലെന്തോ കുടുങ്ങിയിട്ടുണ്ട്, ആ കുട്ടി ചോക്കായി പോവാൻ. കുട്ടീനെ രക്ഷപ്പെടുത്തണം, നിസ്കാരം മുറിച്ചിട്ട് കുട്ടീനെ രക്ഷപ്പെടുത്തണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ഓടണം എന്നാ പറയാ. അല്ലാതെ വെറുതെ നടക്കുന്ന നടത്തം, അനാവശ്യമായിട്ട് സ്പീഡിൽ നടക്കരുത്. നബിതങ്ങളുടെ നടത്തെക്കുറിച്ച് ഇന്ന് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. നബിതങ്ങളുടെ നടത്തം ഒരു പ്രത്യേക നടത്തമാണ്. നബിതങ്ങൾ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നു എന്ന് ശുദ്ധ ഹദീസിലുണ്ട്. ആ നടത്തം ശരിക്കും ഭൂമിയിൽ കാല് വെച്ച് ഉത്തമ ബോധ്യത്തോടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന പോലെയുള്ള വളരെ മനോഹരമായൊരു നടത്തമായിരുന്നു ഹബീബിന്റെ നടത്തം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നടക്കുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം. നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്, ഷോപ്പിംഗ് മാളിൽ കയറുന്നുണ്ട്, വാഹനത്തിൽ, എയർപോർട്ടിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, ടൗണിൽ, കോളേജിൽ, എല്ലായിടത്തും നമ്മൾ നടക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ താഴ്ഭാഗത്തേക്ക്, ഭൂമിയിലേക്ക് നോക്കിയിട്ട് നടക്കണമേ. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്രേ
വയൽതഫിതഹു യമീനൻ വശിമാല, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കി നടക്കുന്നത് ഒരു മനുഷ്യന്റെ ന്യൂനതയാണ്, അത് മോശമാണ്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവനവന്റെ കാര്യം, നമ്മളെപ്പോഴും വേറെയുള്ള കാര്യം നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. നമ്മളെ കാര്യം എന്തായാലും കുഴപ്പമില്ല, വേറുള്ളവൻ്റെ കാര്യത്തിൽ എന്താ, അവൻ്റെ വീട്ടിൽ എന്താ, ഇവരെന്താ പരിപാടി, ഇത് നോക്കലാ നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി ചില ആളുകളുടെ. ഒരിക്കലും പാടില്ല എന്നാണ്. നിസ്കാരം കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലിപ്പോൾ അറിയില്ല, പുറത്ത് ഗൾഫിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ജുമ കഴിഞ്ഞാൽ അവിടെ എത്ര മലയാളി ഉണ്ട് എന്നറിയാൻ ബാക്കിൽ പോയി എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇമാം സലാം വിട്ടുണ്ടാവും, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഒരു ടേബിൾ ഫാൻ്റെ ഒരു പരിപാടി ഇങ്ങനെ നോക്കും. അല്ലെങ്കിൽ ഇമാമിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടാവും, അടുത്തുള്ളവനെ നോക്കി പേടിപ്പിക്കും, പോണോന് നിൽക്കണോന് നിസ്കരിക്കണോന് ഇങ്ങനെ നോക്കുക. അവിടെ താഴേക്ക് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി ഉള്ള തസ്ബീഹും സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നാൽ പോരെ, നമ്മളെ നാട്ടുകാരുണ്ടോയെന്ന് മനസ്സിലാവും. ഈ നോട്ടാണ്, ഇങ്ങനെ നോക്കും. അത് നിർത്തണം നമ്മൾ, അത് മോശമാണ്, ഒരു മനുഷ്യൻ്റെ ഐബാണെന്ന്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്, നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു മോശമാണ്. മുമ്പോട്ട് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നടക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നടക്കരുതെന്ന്, അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. ആ നോക്കുന്ന നോട്ടത്തിൽ നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമുകളിലേക്ക് കണ്ണുകൾ ചെന്ന് പതിക്കുന്നുണ്ട്, ഇല്ലേ? അരുതാത്തത് കണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നോക്കി, ഭൂമിയിലേക്ക് നോക്കി അച്ചടക്കത്തോടെ നടക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ കാലത്തൊരു സ്വഹാബി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന് തല ഒരു മതിൽ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട്. അത് ചോര വന്നു. അത് പിന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാമുകി അങ്ങനെ കടന്നുപോയി. പണ്ട് ലവായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ പെണ്ണിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയതാണ്. നോക്കി 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 ഓള് പോയി. രണ്ടാളും മിണ്ടിയിട്ടും സലാം പറഞ്ഞിട്ടൊന്നുമില്ലേ. ഇങ്ങനെ പോയി 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 അവളങ്ങോട്ട് പോകുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകും. പോയി ഒരു മതിലിൻ്റെ അടുത്ത് പോയിട്ട് തലങ്ങും കൂട്ടി. നെറ്റിയിലൊരു വലിയ മുറിവായി. ആ ചോരയും കൊണ്ട് മുറിയും കൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, എന്തേ നെറ്റിക്ക് പറ്റിയത്? പൊന്നാര നബിയെ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇതാണ് സംഭവം. തങ്ങൾ പറഞ്ഞു, ആ നോക്കിയില്ലേ, അതിന് അല്ലാഹു ദുന്യാവിൽ വെച്ച് തന്ന ശിക്ഷയാണത്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയാണ്, ശിക്ഷ ഇവിടെ കൊടുക്കും, നാളെ അവിടുത്തെ ശിക്ഷ ഭയങ്കര ശിക്ഷയായിരിക്കും. അതിന് പകരം ഇവിടെ ചെറിയ ഡോസിൽ ഇവിടെ കൊടുക്കുകയാണ്. ഉജ്ജലൽ ഉഖൂബ, ശിക്ഷ ഇവിടെ അല്ലാഹു നേരത്തെ നൽകിയതാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന നടത്തം ഒരാൾക്കും ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തത്. അഹങ്കാരത്തിൽ നടത്തും. നമ്മൾ ചിലപ്പോൾ ചില ഈ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ ബാൽമേൻ പാരീസിൻ്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചിലർ നടക്കാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ടേ അപ്പം അത്യാവശ്യം വിലയുള്ള സാധനമല്ലേ, അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇത് നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരൽപ്പൊക്കെ ഒരു ഷാറിലൊക്കെ നടക്കും. നല്ല വാഹനമാണെങ്കിൽ, അത്യാവശ്യം മുന്തിയ വാഹനമാണ്, വിലപിടിപ്പുള്ള വാഹനമാണ്, അതിൽ കയറിയിരിക്കുമ്പോൾ ഒരു അഹങ്കാരം വരുന്നതാണ്. ഈ കുതിരക്ക് ഖൈല് എന്ന് അറബിയിൽ പറയും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയോ? ഖൈലെന്നും ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ്. ഖുയല നബി തങ്ങൾക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖൈലിന്മേ കയറിയാൽ തോന്നുന്ന വികാരത്തിനാണ് ഖുയല എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറത്ത്, അന്ന് ഒട്ടകം, കഴുത, കോവർ കഴുത, ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. ഓക്കെ, അപ്പോൾ നല്ല മുന്തിയൊരു വാഹനമാണ് കുതിര. കുതിരപ്പുറത്ത് കയറുമ്പോൾ ഖൈലിൽ കയറിയാൽ ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ. അത് വരുന്നത് കൊണ്ടാണ് കുതിരക്ക് ഖൈല് എന്ന് പേര് തന്നെ വരാൻ കാരണം. കാരണം ഒരു തോന്നും ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ. അങ്ങനെയാണ്. ഇവർ മാരുതി 800 പോണതും ഒരു ഡിഫൻഡറിൽ പോണതും ഒരുപോലെയാണോ? ആണോ ചെറുപ്പക്കാരെ? അല്ലല്ലോ. ഒരൽപ്പൊരു അഹങ്കാരമൊക്കെ തോന്നൂലേ? തോന്നാൻ പാടില്ല എന്നാ. നിങ്ങളിപ്പോൾ ഒരു സ്വിഫ്റ്റിൽ പോകുന്നു, ഒരു ബെൻസിൻ്റെ പുതിയ വണ്ടി പോകുന്നു, രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആവണമെന്നാണ്. ഒരിക്കലും അഹങ്കാരം. അല്ലാഹുവേ നല്ല വണ്ടി നീ തന്നോയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, നിനക്ക് ശുക്ർ പഠിച്ചോനെ. പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് കയറ്റാനുള്ളതല്ല, നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത്. അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂ. ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ്, തരക്കേടില്ലല്ലോ എന്ന് തോന്നുക, അടുത്ത വണ്ടിക്കാരനൊക്കെ ഒന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുകയാണ്. അത് വേണ്ട, അത് വേണ്ട, അത് അഹങ്കാരമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖുയല യഖൂലുല്ലാഹു അസ്സ വജല്ല. ഒരു സ്വഹാബിയുണ്ട്, മുസ്ലിം ഇബ്നു ജഹാഷിൻ റളിയല്ലാഹു അൻഹു.
അധികമൊന്നും കേൾക്കാത്ത പേര് കേൾക്കാത്തൊരു സ്വഹാബിയാണ് മുസ്ലിം ഇബ്നു ജഹാഷിൻ. വാപ്പാന്റെ പേര് ജഹാഷിൻ എന്നാണ്. എന്താ അതിനർത്ഥം എന്ന് എനിക്കറിയില്ല, പക്ഷേ സ്വഹാബിന്റെ വാപ്പാന്റെ പേരാ. മുസ്ലിം എന്നാണ് ആ സ്വഹാബിന്റെ പേര്. മുസ്ലിം ഇബ്നു ജഹാഷിൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുവത്രേ, യബ്ന ആദം, ആദമിന്റെ മോനെ, മനുഷ്യനെ, അന്നാ തുഅ്ജിസുനി, നീ എവിടെന്നാണ് എൻ്റെ മുമ്പിൽ നിന്ന് ഓടിമറയുന്നത്? എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വഖദ് ഖലഖ്തുക മിൻ മിഥ്ലി ഹാദാ, ഇത്രയും നിസ്സാരമായ ഒരു ജലകണികയിൽ നിന്നല്ലയോ അല്ലാഹുവായ ഞാൻ നിന്നെ പടച്ചിരിക്കുന്നത്. ചെറിയ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു കോശത്തിൽ നിന്നാണ് നമ്മൾ ഈ മനുഷ്യന്മാരൊക്കെ ആയിട്ട് പുറത്തു വന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, അത്രയും ചെറിയൊരു സ്പേം സെല്ലിൻ്റെ ഒരു ചെറിയ കോശത്തിൽ നിന്നാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. നിനക്ക് ഞാൻ ഒരു മനുഷ്യന്റെ രൂപവും കോലവും തന്ന് 2 കാലിൽ നിന്ന് നടക്കാനും ഇരിക്കാനും നിനക്ക് കഴിഞ്ഞപ്പോ, നിന്നെ കൃത്യമായ പ്രപ്പോർഷനിൽ ഞാൻ പടച്ചു തരികയും നിവർന്ന് നടക്കാൻ നിനക്ക് സാധ്യമാക്കി തരികയും ചെയ്തപ്പോൾ, മശൈത ബൈന ബുർദൈനി വലിൽ അർളി മിൻക വഈദ്, 2 വസ്ത്രം ധരിച്ച്, നിന്റെ മേൽവസ്ത്രവും അടിവസ്ത്രവും നിന്റെ പാൻസും നിന്റെ ഷർട്ടും ധരിച്ചിട്ട് നീ നടക്കുകയാണല്ലേ. വലിൽ അർളി മിൻക വഈദ്, ഭൂമി പോലും നിന്നിൽ നിന്ന് വിറക്കുന്നുണ്ട് നിന്റെ നടത്തം കാരണം. ഭൂമിയിൽ സ്റ്റാമ്പ് ചെയ്ത് നടക്കുക. പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീലിട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ ഇടയുണ്ട്. എല്ലാവർക്കും വരുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അത് അതിനൊരു സാധ്യത. ഞാൻ തരക്കേടില്ല, ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ പോയ പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ ഒരല്പം തരക്കേടില്ലല്ലോ എന്ന തോന്നലൊക്കെ ആ ഒരു ഹൈ ഹീലൊക്കെ ഇട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നുക സ്വാഭാവികമാണ്. ഹൈ ഹീലിടൽ ഹറാമായിട്ടല്ല ഞാൻ പറയുന്നത്, അതിടുമ്പോഴേ ഈ തോന്നൽ വരരുത്, അതാണ് വിഷയം. ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല. അത് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അല്ലേ, നല്ല ഷൂ ഒക്കെ ഇട്ട്, ഒരു നൈക്കിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കുക, ആ ഒരു ഇതൊക്കെ ആ ഒരു ബ്രാൻഡൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചൊരു ഷോ ഓഫ് ഒക്കെ കുട്ടികളുടെ കയ്യിൽ വരില്ല. ഇടയ്ക്ക് കാലൊക്കെ ഇട്ട് വെക്കണതാണ്. എന്തിനെന്നറിയോ? അവൻ്റെ ഒരു ബ്രാൻഡ് ഷൂ ആയിരിക്കും ചിലപ്പോൾ, അത് കാണിക്കാൻ വേണ്ടിയാണ്. അതൊന്നും ചെയ്യരുത്. നിങ്ങൾ ബ്രാൻഡ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, നല്ല വസ്ത്രമിടുന്നതും നല്ല ചെരുപ്പിടുന്നതും അഹങ്കാരമാണോ? തങ്ങൾ പറഞ്ഞു, അല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനത് സ്വീകരിക്കൂല എന്ന് പറയലാണ്. പിന്നെ തൻ്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ചെറുതാണ് എന്നൊരു മനുഷ്യന് തോന്നലാണ്, അതാണ് അഹങ്കാരം. നിങ്ങൾ നല്ല ബ്രാൻഡ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല വാച്ച് കെട്ടി, റോളക്സിന്റെ വാച്ച് കെട്ടി നടന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അഹങ്കാരം തോന്നരുത്. നിങ്ങൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ, പെണ്ണുങ്ങളെ നല്ല അവരുടെ ഹാൻഡ് ബാഗ്, നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്തേ? ഒരു പ്രശ്നമില്ല. അഹങ്കാരം തോന്നരുത്, അഹങ്കാരം തോന്നരുത്. ഇന്ന് ഷോ ഓഫിന്റെ കാലമാണ്. ലണ്ടനിൽ ഹാരഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്. ലണ്ടനിൽ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഹാരഡ്സ് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ്. ഖത്തറികളാണ് അത് വാങ്ങിച്ചത്, അത് വേറെ വിഷയം. അവിടെ ആളുകൾ കയറിയിട്ട് ഹാരഡ്സിൻ്റെ ബാഗ് വാങ്ങിക്കും, എന്നിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി അതിലിട്ടിട്ട് ഇത് പിടിച്ചാൽ നടക്കുക എയർപോർട്ട് കൂടെയൊക്കെ. ഓ, ഹാരഡ്സ് എന്ന് വാങ്ങിയ സാധനമാണല്ലേ. എന്തിനെന്നറിയോ? അതൊരു ഷോ ഓഫാണ്. കണ്ടല്ലോ, അത് ചെയ്യരുത്. അഹങ്കാരം ചെയ്യരുത്. ഞാനിപ്പോൾ എവിടെയോ ആണ് എന്ന തോന്നൽ ഇതൊരു മനുഷ്യനും പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇടപെടുകയാണ് ഇവിടെ. അള്ളാഹു പറയുന്നു, നീ ഇങ്ങനെ നിസ്സാരമായ ഒരു ബീജകണികയിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, എന്നിട്ട് നീ ഇപ്പം അങ്ങ് വലുതായി ഇച്ചിരി മസിലും 6 പാക്ക് ഒക്കെ ആയപ്പോഴേ. ജിമ്മിനൊക്കെ പോയി കൂടി നല്ലതൊരു കുഴപ്പമില്ല കേട്ടോ. ആരോഗ്യം നിലനിർത്തണം, ഓടണം, ചാടണം, മര്യാദക്ക് ഉറങ്ങണം, നല്ല ഭക്ഷണം കഴിച്ചോളൂ, ഹെൽത്തി ആയിട്ട് ജീവിക്കണം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം ഒരു പാക്കൊക്കെ 6 ഒക്കെ ആയി വരുമ്പോഴേ 4 ആവുമ്പം തന്നെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് വിടലുടങ്ങും കുപ്പായം കഴിച്ചിട്ട്. അതൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആത്മ അഹങ്കാരം കൊണ്ട് നടക്കരുത്. ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു പറയാൻ, നീ ഇങ്ങനെ തുടങ്ങിയ ആളാണ്. നിന്നെ ഞാൻ നല്ല ഒരു വടിവത്ത ശരീരത്തിൽ നിന്നെ ഞാൻ എടുത്തപ്പോ, അളകാർന്ന വടിവത്ത ശരീരം ഉണ്ടാവും ചിലപ്പോ. അള്ളാഹു നൽകിയ നിഅമത്താണ്. ഒരിക്കലും നമ്മൾ ആരോടും അഹങ്കരിക്കുന്നില്ല. അള്ളാഹു തന്ന നിഅമത്തിന് അൽഹംദുലില്ലാ, അത്ര തന്നെ. മശൈത ബൈന ബുർദൈനി, നീ വസ്ത്രം ധരിച്ച് നടക്കുമ്പോ, വലിൽ അർളി മിൻക വഈദ്, ഭൂമിക്ക് പോലും ഒരു വിറയിൽ തോന്നുന്നു നിന്റെ നടത്തം കാണുമ്പോ. നീ വണ്ടി ഓടിച്ചു പോകുമ്പോ, നിന്റെ ബൈക്ക് ഓടിച്ച് നിന്റെ പോക്ക് കാണുമ്പോ,
അങ്ങനെ ഓടിക്കണ്ട, അഹങ്കാരത്തിന്റെ ഓട്ടം ഓടിക്കണ്ട. നമ്മളറിയോ, ബൈക്കൊക്കെ ഓടിച്ചതിന്റെ ബസ്സിനടി കൂടെ കട്ട് ചെയ്തിന് പോകുമ്പോൾ മൈക്രോ സെക്കൻഡുകൾ നമ്മുടെ ബ്രെയിനിന്റെ വർക്കിംഗ് അങ്ങ് സ്റ്റക്കായാൽ, ഡിസിഷൻ മേക്കിംഗ് അങ്ങ് സ്റ്റക്കാവും, പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെയാണ് അപകടം സംഭവിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് സ്പീഡിൽ, ഇവിടെ നിന്ന് സ്പീഡ്, റൈറ്റിൽ വണ്ടി, ലെഫ്റ്റിൽ വണ്ടി, ചെറിയ ഗ്യാപ്പാണ്. ഇതൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ഈ ബ്രെയിൻ ചെയ്യുന്ന വലിയൊരു അത്ഭുതമല്ലേ. ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിംഗ് വേണം. അപ്പോഴേ ഈ ബൈക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് ഇത് ചെയ്യേണ്ട, ആരും പേടിപ്പിക്കാൻ വേണ്ടിയും ചെയ്യേണ്ട. കുറേ സൈലൻസറൊക്കെ കുറേ കൂട്ടിയിട്ട് കുറേ എന്താ പറയുക, ഭയങ്കര സൗണ്ടൊക്കെ പൊട്ടിച്ചിട്ട് പടപടാന്ന് പറഞ്ഞ് നാട്ടിലൊരൊറ്റ കുട്ടിക്ക് ഉറങ്ങാനും പറ്റൂല. അവൻ ബൈക്കേറ്റ് വന്നാൽ ഉറങ്ങിയ കുട്ടികളൊക്കെ എണീറ്റിക്കുകയും ചെയ്യും. അങ്ങനത്തെ ജാതി പരിപാടിയൊന്നും ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നത് ചെയ്യരുത്. വേണേ നല്ല വണ്ടിയൊക്കെ വല്ല കോഴിക്കോട് ബീച്ചിലോ ഒഴിഞ്ഞ റോട്ടിലൊക്കെ പൊട്ടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോരും. പക്ഷേ മനുഷ്യന്മാർ ഉറങ്ങുന്നിടത്ത് രാത്രിയായി കഴിഞ്ഞാൽ ആ പരിപാടി പറ്റൂല. എന്തേ? അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അഹങ്കാരം തോന്നരുത്. നമ്മുടെ വാഹനത്തിലും നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡ്രൈവിങ്ങിൽ പോലും അഹങ്കാരം തോന്നരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാൻ. മുസ്ലിം ഇബ്നു ജഹാഷിൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് പുണ്യനബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസാണ്. ഇമാം അഹ്മദ് എന്നവരും മറ്റൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അല്ലാഹു പറയാൻ, അങ്ങനെ നീ അഹങ്കരിച്ച് നടക്കുകയാണല്ലേ, ഫജമഅത വമനഅത, അങ്ങനെ നീ ഒരുപാട് കാശുണ്ടാക്കിയല്ലേ. വമനഅത, കാശുണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. അത് നീ കൊടുത്തില്ല. നീ ഇത് നിന്റേത് മാത്രമാണ്, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണല്ലേ. അങ്ങനെ ആയുസ് കഴിഞ്ഞ് അശറും കഴിഞ്ഞ് മഗ്രിബാം കഴിഞ്ഞ് ഇശാ ആകുമ്പോ, ലോകത്തോട് വിട പറയുന്ന സമയമാകുമ്പോ, 60, 70, 80 വയസ്സാകുമ്പോ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയും, അതസദ്ദഖൂ, ഞാൻ ദാനം ചെയ്യുകയാണല്ലാ, എന്റെ സമ്പത്ത് നിനക്ക് വേണ്ടി ദാനമാണ് എന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാ നിങ്ങൾ പറയുന്നത്. വഅന്നാ അവാനുസ്സദഖ, ഈ ദാനം ചെയ്യുന്ന സമയം എത്ര വൈകിപ്പോയി മോനെ എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറയുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ കൊടുക്കൂല, അതുവരെ ദാനം ചെയ്യൂല, അതുവരെ ഒരാളെയും സഹായിക്കൂല. അവസാനം ഇതാ കഴിഞ്ഞു, തീർന്നു എന്ന് കാണുമ്പോ ഇതാ അത് പള്ളിക്കാണ്, ഇത് മദ്രസക്കാണ്, ഇത് ഇതിനാണ്, ഇത് പാവപ്പെട്ടവർക്കാണെന്നൊക്കെ പറയും. അന്നാ അവാനു സ്വദഖ. ഇങ്ങനെയാണോ ജീവിക്കേണ്ടിയിരുന്നത്? അഹങ്കാരത്തിൽ നടന്നു, കുറെ സമ്പാദിച്ചു, കുറെ പിടിച്ചു വെച്ചു, ആർക്കും കൊടുക്കാതിരുന്നു. അങ്ങനെയൊന്നും ചെയ്യല്ലേ. യുഹ്ശറുൽ മുതകബ്ബിറൂന കഅംസാലിൽ ദർരി അലാ സുവരിർ റിജാൽ. നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ആറ്റം കണക്കെ ചെറിയ കൊച്ചു കൊച്ചു മിനിയൻസ് എന്നാ കുട്ടിക്ക് മനസ്സിലാവുന്നത്. കാർട്ടൂണിൽ കാണുന്ന സാധനം, ചെറിയ സാധനങ്ങൾ. ഖിയാമത്ത് നാളിൽ അഹങ്കാരികളായ ആളുകളൊക്കെ ചെറിയ മിനിയൻസ് ആയിട്ട് ഉണ്ടാവുകയാണ്. കൊച്ചു സാധനങ്ങൾ, മനുഷ്യരുടെ രൂപമാണ്, പക്ഷെ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഇങ്ങനെ കാണങ്ങനെ ഈ ഉറുമ്പ് നടക്കണ പോലെ ഖിയാമത്തിന്റെ മഹ്ശറയുടെ ആ ഒരു നിരപ്പായ സ്ഥലത്ത് കൊച്ചു കൊച്ചു സാധനങ്ങൾ നടക്കുന്നത് കാണാം. അത് ആരാന്നറിയോ? അൽ മുതകബ്ബിറൂൻ, ദുനിയാവിൽ അഹങ്കരിച്ച് നടക്കുന്നവരാണ്. എന്നിട്ട് എന്താ സംഭവം എന്നറിയോ? മഹ്ശറയിലേക്ക് വരുന്ന ആൾക്കാർ ഇവരെ കാണുക പോലുമില്ല. അവരൊക്കെ ചവിട്ടിയിട്ടായിരിക്കും അവര് മഹ്ശറയിലേക്ക് വരുന്നത്. റബ്ബറിലെ ചവിട്ടിയ പോലെ അവര് ജീവനിട്ട് പോകൂല, ഇവരങ്ങ് ചവിട്ട് കൊള്ളും ചെയ്യും. അങ്ങനെയാണ് നാളെ അഹങ്കാരികളെ അള്ളാഹു പരലോകത്ത് വിളിച്ചു ചേർക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തിന്റെ ഒരു അവസ്ഥ അതാണ്. യാ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിലും സൂറത്തുൽ ഇസ്രായിലും സൂറത്തുൽ ഫുർഖാനിലും നടത്തത്തെ കുറിച്ച് പറഞ്ഞ അത്ഭുതകരമായ ശ്രേഷ്ഠമായ ഗൗരവമുള്ള വിഷയമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. സൂറത്തുൽ ഫുർഖാൻ. പിന്നെ നേരത്തെ മോനോട് മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്ന വാക്ക്, മോനെ വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. സൂറത്തുൽ ഫുർഖാനിൽ വഇബാദുർ റഹ്മാൻ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരത്തോടുകൂടെ അത്യുല്ലസിച്ചുകൊണ്ട് നടക്കരുതേ. ഇന്നക ലൻ തഖ്രിഖൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയെ ചവിട്ടി പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയുമോ മനുഷ്യ? വലൻ തബ്ലുഗൽ ജിബാല തൂല, പർവ്വതങ്ങളോളം നിനക്ക് നീളവുമില്ലല്ലോ, നീ ചെറിയ ആളല്ലേ. പർവ്വതം നിന്നെക്കാളും എത്ര വലുതാണ്, ഭൂമി നിന്നെക്കാളും എത്ര സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഭൂമിയിൽ നടക്കുമ്പോ അഹങ്കാരത്തോടുകൂടെ സ്റ്റാമ്പ് ചെയ്തു നടക്കരുത്, മാന്യമായി സൗമ്യനായി നടക്കണമേ. ഭൂമിയെ നിന്റെ ചവിട്ടുകൊണ്ട് പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല, പർവ്വതങ്ങളോളം നീളം വെക്കാനും നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്നത്? വലാ തംശി ഫിൽ അർളി മറഹാ, സൂറത്തുൽ ഇസ്രാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തർബിയത്ത് കിട്ടിയ സ്വഹാബികളുടെ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു ചെറുപ്പക്കാരൻ മെല്ലെ കുനിഞ്ഞിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, മാ ബാലുക അൻത മരീദ്, എന്താടോ നീ ഇങ്ങനെ കുനിഞ്ഞു നടക്കണത്, നീ രോഗിയാണോ എന്ന് ചോദിച്ചു. അത് നല്ല ചോദ്യം. ചിലർ വയറുവേദന ഉണ്ടായിട്ടൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഒരു ജെന്യൂൻ റീസൺ ഉണ്ട് അവിടെ, അവരെ കുറ്റം പറയാൻ പാടില്ല. അവർ വേദനിച്ച്, അവർ ചിലർക്ക് ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാവും, കൊളത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ല അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അതിനെപ്പറ്റി ഒന്നുമല്ല നമ്മൾ പറയാം. ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നടക്കരുത്. ഉമർ തങ്ങൾ ചോദിച്ചു, നീ രോഗിയാണോ? ആള് പറഞ്ഞു, ലാ യാ അമീറൽ മുഅ്മിനീൻ, ഉമർ എന്നവരെ ഞാൻ രോഗിയൊന്നുമല്ല. ഇത് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ ചാട്ടവാറങ്ങോട്ട് പിടിച്ചിട്ട് അടിക്കാനോ ഓടി രക്ഷപ്പെട്ടതാ. ഉമർ തങ്ങൾ എന്ത് നടത്തായി നടക്കുന്നത്? ഉമർ തങ്ങൾ വല്ലാത്ത ആളാണ് റളിയല്ലാഹു അൻഹു. ഇറച്ചിപ്പീടി പോയി നിൽക്കും ഉമർ റളിയല്ലാഹു അൻഹു. മദീനയിലെ ഇറച്ചിക്കടയിൽ ഡെയിലി പോകും. ഇന്നലെ ഇറച്ചി വാങ്ങിയ ആൾ ഇന്ന് ഇറച്ചി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുന്നതാണ്. പോടുന്നതെന്ന് പറയുന്നത്. എന്നും ഇറച്ചി തന്നെയാണോ എന്ന് ചോദിക്കും. യാ അല്ലാ. എന്നിട്ട് പറഞ്ഞു, മദ്യത്തിന് ലഹരയുള്ള പോലെ മാംസത്തിനൊരു ലഹരയുണ്ട്. അത് ഡെയിലി തിന്നാൻ തുടങ്ങിയാൽ പിന്നെ ഇറച്ചി കിട്ടാണ്ട് ചോറങ്ങാത്ത അവസ്ഥ വരും. അങ്ങനെ ആവരുത്. ഉമർ തങ്ങൾ 2 ദിവസം തുടർച്ചയായി മാംസം വാങ്ങിക്കാൻ വന്നവനെ കണ്ട അടിച്ചു ഓടിക്കുന്നതാണ്. ഉമർ തങ്ങൾ വല്ലാത്ത സംഭവമാണ് റളിയല്ലാഹു അൻഹു. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോഴേ അലാഹു ബിദ്ദിറ, അങ്ങോട്ട് ചാട്ടവാറെടുത്തു. നിനക്ക് രോഗമുണ്ടോ? രോഗമൊന്നും, എന്തിനായി ഒടിഞ്ഞു തൂങ്ങി നടക്കണത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഭവ്യതയോടുകൂടെ യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഭവ്യതയോടുകൂടെ നടക്കണമെന്നാണ്. ഒരാളുടെ നടത്തത്തിൽ ഒരിക്കലും ഒരഹങ്കാരത്തിന്റെയോ മതിമറന്ന ആനന്ദത്തിന്റെയോ പ്രകടനങ്ങൾ പാടുള്ളതല്ല. ധൃതി പിടിച്ച് നടക്കരുത്, നബി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം നടക്കുകയാണ്, ഇമാം റുകൂഇലേക്ക് പോയാൽ നിസ്കാരത്തിൽ മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക അസ്സലാഹ്, അല്ലേ? റുകൂഅ് കിട്ടിയാൽ ആ റക്അത്ത് കിട്ടിയെന്നാണ്. അപ്പോൾ റുകൂഅ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടമുണ്ട്. ജുമുഅക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓടുന്നുണ്ട്. രണ്ടാമത്തെ റക്അത്തിലെ ജുമുഅയുടെ 2ാമത്തെ റക്അത്തിലെ റുകൂഇൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചേരും വേണം, ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി വരും. അങ്ങനെ ജുമുഅ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരു റക്അത്ത് കഴിഞ്ഞു 2ാമത്തെ റക്അത്തിന്റെ റുകൂഇൽ നിൽക്കുമ്പോഴെങ്കിലും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇമാമിന്റെ റുകൂഇൽ എത്തണം. നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ, പക്ഷേ 4 റക്അത്ത് നിസ്കരിക്കണം. അല്ലേ റുകൂഅ് കിട്ടിയാൽ 1 റക്അത്ത് കിട്ടി, പിന്നെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മതി, 2 റക്അത്ത് ജുമുഅ കിട്ടും. അല്ലെങ്കിൽ ളുഹ്ർ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അതിനിച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും. സാധാരണ നിസ്കാരം നടക്കുകയാണ്, നിങ്ങൾ നേരം വൈകി വരികയാണ്, എന്ത് ചെയ്യണ്ട? ഓടിക്കയറരുത്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ തൈതുമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഫലാ തഅതൂഹാ വഅൻതും തസ്ഊൻ, ഓടിയിട്ട് വരരുതേ. വഅതൂഹാ വഅലൈകുമുസ് സകീനതു വൽ വഖാർ, നിങ്ങളുടെ മുഖത്തൊരു ഗാംഭീര്യം വേണം. അല്ലാഹുവിനോട് സംസാരിക്കാൻ വരുന്ന വരവാണിത്. ആരുടെ മുമ്പിലാണ് അപ്പോയിന്റ്മെന്റ്? അള്ളാന്റെ മുമ്പിലാണ്. നിങ്ങൾക്കൊരു ജോലിക്ക് ഇന്റർവ്യൂ നടക്കാന്ന് വിചാരിക്കുക. ഇന്റർവ്യൂ നടക്കുന്ന റൂം ഇതാ ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആ ഇന്റർവ്യൂക്ക് വരുമ്പോൾ ഓടിയാണ് കയറലാണോ ചെയ്യുക? അവിടെ നേരത്തെ എത്തി വെയിറ്റ് ചെയ്ത് വിളിക്കോ? ഇപ്പം ആരാ വിളിക്കണത്? എന്നെപ്പോഴാ വിളിക്കുക? എൻ്റെ ഫയൽ അവിടെ എത്തിയോ എന്നൊക്കെ നോക്കി നിന്നിട്ടല്ലേ കയറുള്ളൂ. അങ്ങനെ ഓടി കയറുന്ന അപ്പം തന്നെ അയാൾ പിരിച്ചു വിടൂലേ? ഇങ്ങനെ പറ്റൂലേ ഈ പണിക്കുന്നത്? നമ്മൾ അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പണി ഇങ്ങനെയാണ്, ഓടിക്കയറരുത്. പള്ളിയുടെ ബൗണ്ടറി, പള്ളിയുടെ ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ഒരു സംസാരവും പാടില്ല എന്നാ. പിന്നെ അള്ളാഹിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. ആ ബോധത്തോടുകൂടെ
ഭവ്യതയോടുകൂടെ നടക്കണം. ഓടി വരരുത്. നിസ്കാരത്തിൽ വരുമ്പോൾ ഇമാമിന് പോലും നിസ്കാരം തശ്വീഷാവും. എന്തേ സംഭവം? ചില പടപടാച്ചിട്ട് ഓടി വരും. ഇമാമിന് സിഗ്നൽ കൊടുക്കുക, ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത്. അതൊന്നും ചെയ്യണ്ട, ഇമാം പൊന്തിക്കോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക. അവിടെ നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. സലാം വിട്ടി കഴിഞ്ഞാൽ എണീറ്റ് നിസ്കരിക്കണം. ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓടിക്കയറി വരരുത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു വരണം. അത് അള്ളാഹുവിനതാണ് ഇഷ്ടമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന ഹദീസുകളിലുണ്ട്. ഹബീബിന്റെ നടത്തം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്നു. സ്വഹീഹൈനി വന്നിട്ടുള്ള ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗനി كأن عرقه اللؤلؤ إذا مشى تكفأ. رسول الله صلى الله عليه وسلم തങ്ങൾ അസ്ഹറൽ ലൗൻ, മനോഹരമായ നിറമുള്ളവരായിരുന്നു. ചെമന്ന് തുടുത്ത വെളുപ്പ് നിറമുള്ള നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അസ്ഹറൽ ലൗൻ. അസ്ഹർ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് ഫാത്തിമ ബീവിയെ ഫാത്തിമത്തു സഹ്റാ. സഹ്റാ എന്ന് പറഞ്ഞത് പെൺകുട്ടിക്ക്, ആൺകുട്ടിയാണെങ്കിൽ അസ്ഹർ എന്ന് പറയും. അസ്ഹർ സഹ്റ, നല്ല ശോഭയുള്ള ഭംഗിയുള്ള കുട്ടി എന്ന വാക്കിനർത്ഥം. കാന അസ്ഹറൽ ലൗൻ, നബി തങ്ങളുടെ ശരീരം വളരെ മനോഹരമായിരുന്നു. കഅന്ന ഇർഖുഹു വല്ലുഉലു, ഹബീബായ നബി തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കണ്ടാൽ മുത്തുമണികളാണോ എന്ന് തോന്നിപ്പോകും, ഡയമണ്ട് ആണോ എന്ന് തോന്നിപ്പോകും. മുത്തുമണികൾക്ക് പോലും, വിയർപ്പ് തുള്ളികൾക്ക് പോലും തിളക്കമായിരുന്നു ഹബീബിൻ്റെത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നബി തങ്ങളുടെ വിയർപ്പ് തുള്ളി കണ്ടാൽ മുത്തുമണിയാണോ എന്ന് തോന്നിപ്പോകും. ഇദാ മശാ തകഫ, റസൂലുള്ളാഹി തങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ഓടുകയോ അല്ല, മെല്ലെ നടക്കുകയോ അല്ല, അതിനിടയിൽ നബി തങ്ങളുടെ ഒരു മനോഹരമായ നടത്തമുണ്ട്. അങ്ങനെയാണ് ഹബീബ് നടന്നിരുന്നത് എന്ന് അനസ് ഇബ്നു മാലിക്, ഹബീബായ നബി തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത സുഹാബിയാണത് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മുടെ നടത്തത്തിലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് പരിഹരിക്കാവുന്നൊരു പരിപാടിയാണത്. 5 പൈസക്ക് ചിലവില്ല. നിബിതങ്ങൾ നടന്ന പോലെ നടക്കാൻ നിയത്തി വെച്ച് നടന്ന ഓരോ നടത്തത്തിനും കൂലിയാണ്. ഇനി ഓരോ നടത്തം കൊണ്ടും തെറ്റ് പൊറുക്കപ്പെടുകയും സ്ഥാനം ഉയർത്തുകയും ചെയ്യുന്ന നടത്തങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയൊക്കെയാണ്, എങ്ങോട്ട് പോകുമ്പോഴെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുവേ ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂറാകുമ്പോൾ പിന്നെ 1 മണിക്കൂറും കൂടി ഉണ്ടാവുക. അതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എണീറ്റ് നിൽക്കണം. പോകാൻ നീയത്തുള്ളവർ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോളി. ആ നിൽക്കുമ്പോൾ വേണ്ടിയിട്ട് പോയാൽ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കും ചെയ്യുക. സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ റാഹത്തിൽ അവിടെ ഇരിക്കും. അടുത്ത സ്റ്റോപ്പ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോളി. 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ഇദാ മശാലം യൽതഫിത്, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്നു. ഇദാ മശാലം യൽതഫിത്, നബി തങ്ങൾ നടക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു തങ്ങൾ. വലത്തോട്ടും ഇടത്തോട്ടും തിരിയ. ഇത് നമ്മുടെ ഹബീബ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ മലയാളികൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നടക്കുമ്പോൾ അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. അങ്ങോട്ട് നോക്ക്. ഒരു വീടിൻ്റെ ജനൽ തുറന്നു നിൽക്കുന്നത് കണ്ടാൽ, ഒരു വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് ഒരു മുസ്ലിമിന് ഹറാമാണെന്നാ. അറിയോ നിങ്ങൾക്ക്? റോട്ടിൽ കൂടെ പോകുമ്പോഴേ റോഡ് സൈഡിലെ വീടുകൾ ഉണ്ടാവില്ല, കുട്ടികളൊക്കെ വാതിൽ തുറന്നിട്ട് പോയിട്ടുണ്ടാവും. അതിനുള്ളിൽ ഇങ്ങനെ നോക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ ആരാ ഉള്ളത്. ജനലിലേക്ക് നോക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത്, ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ വീട്ടിനുള്ളിലേക്ക് നോക്കുന്നത് പോലും കുറ്റമാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജനലിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കട്ടുനോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിലേക്കൊരു കല്ലെറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് കുറ്റല്ല. എന്തേ? അത് അവൻ ചെയ്ത ദുൽമാണ്, അതിന് കിട്ടുന്ന ശിക്ഷയാണ്, കുഴപ്പമില്ല. എന്തേ? ഇതൊരു മനുഷ്യന്റെ പ്രൈവസിയാണ്. ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടാൽ പോലും നോക്കാൻ പാടില്ല എന്നാ ഉള്ളിലേക്ക്. റോഡിന്റെ സൈഡിലൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ, നോക്കാം. ഒരു കാറ് നിർത്തിയിട്ടുണ്ട്, അതിന്റെ വിൻഷീൽഡിലൂടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പാടില്ല. നിങ്ങളെ വഴിക്ക് പോയാൽ മതി. നമ്മളിത് എന്ത് ചെയ്ത് എല്ലാം നോക്കുക, എല്ലാം പരിശോധിക്കുക, എല്ലാം അറിയണം, നാട്ടുകാരെ മുഴുവൻ ന്യൂസും കിട്ടണം. ഈ പരിപാടി പാടില്ല. അള്ളാഹുവിനത് ഇഷ്ടമല്ല. വളരെ മോശപ്പെട്ട സ്വഭാവമാണത്. നോക്കാൻ പാടില്ല എന്നാണ്.
അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ടേ കയറാൻ പാടുള്ളൂ. സമ്മതം ചോദിക്കണം. നിങ്ങൾ എത്ര പരിചയമുള്ള വീട്ടുകാരാണെങ്കിൽ പോലും ആ വീട്ടുകാർ കയറിക്കോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു തരാതെ നിങ്ങളായിട്ട് ഓടിച്ചാടി കയറാൻ പാടില്ല. നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ സൂറത്തു നൂറിന്റെ തഫ്സീർ ഒന്ന് എടുത്ത് നോക്കിയാൽ, പരിഭാഷ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത്. സൂറത്തു നൂറിലാണ് അള്ളാഹു നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഇദാ മശാ ലം യൽതഫിത്, ഹബീബായ നബി തങ്ങൾ തിരിഞ്ഞു നോക്കൂല, ഒരേ നടത്തമാണ് നടക്കാറുണ്ടായിരുന്നത്. അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഇങ്ങനെ തിരിയാനും അറിയാനും നിന്നാൽ മെല്ലെ സ്ലോ ആവും. നബി തങ്ങളുടെ നടത്തം അങ്ങനെ വളരെ പതുക്കെയുമല്ല, എന്നാൽ ഒരുപാട് ധൃതിയുമല്ല, എന്നാൽ ഒരു ചെറിയൊരു ധൃതി നബി തങ്ങളുടെ നടത്തത്തിലുള്ള പോലെ അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും ഒരു അത്ഭുതം, ഹബീബായ നിബിതങ്ങളും സ്വഹാബികളും നടക്കുകയാണെങ്കിൽ പുണ്യ നിബിതങ്ങൾ എവിടെയാണ് നിന്നിരുന്നത്? അവരുടെ മുമ്പിലാണോ, ബാക്കിലാണോ, സൈഡിലാണോ, എവിടെയായിരുന്നു നബിയും സ്വഹാബികളും പോകുമെന്ന് വിചാരിക്കുക. ഒന്ന് സങ്കല്പിച്ച് നോക്കുന്ന അഭിപ്രായം പറയും. നിബിതങ്ങൾ എവിടെയാണ് ഉണ്ടായിരിക്കുക? മുമ്പിലാണോ, ബാക്കിലാണോ, അവരുടെ ഇടയിലായിരിക്കുമോ? എന്താ തോന്നണത്? ആരെങ്കിലും പറയും, ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല, അറിയില്ലെങ്കിൽ പറയാതിരിക്കാനാ നല്ലത് കേട്ടോ. നിബിതങ്ങളും സ്വഹാബികളും നടക്കുകയാണെങ്കിൽ സ്വഹാബികൾ മുമ്പിലും നിബിതങ്ങൾ അവരുടെ ബാക്കിലുമാണ് നടക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ മുമ്പിൽ നടക്കൂല. ഖാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ നടക്കുകയാണെങ്കിൽ ഇദാ മശാ അസ്ഹാബുഹു അമാമഹു, നിബിതങ്ങളുടെ അസ്ഹാബ് നബിയുടെ മുമ്പിലാണ് നടക്കുന്നത്. വതറക ളുഹ്റഹു ലിൽ മലായിക, അപ്പൊ ബാക്കിൽ നിന്ന് ആരെങ്കിലും വന്ന് നബി തങ്ങളെ ആക്രമിക്കുമോ? അതൊന്നും പേടില്ല. തറക ളുഹ്റഹു ലിൽ മലായിക, നബി തങ്ങളുടെ ബാക്ക് പുറം മലക്കുകൾക്ക് വിട്ടുകൊടുക്കും. അത് മലക്കുകൾ കാത്തുകൊള്ളുന്നു. സ്വഹാബത്ത് മുമ്പിലാണ്, മുമ്പ് നിന്ന് അവർ ആക്രമിക്കൂല. ബാക്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? അത് മലക്കുകൾ പ്രൊട്ടക്ട് ചെയ്യും. നബി തങ്ങൾ ബാക്കിലാണ് സഞ്ചരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയുമോ? പുണ്യ നബിയുടെ സ്വഹാബികളിൽ പാവപ്പെട്ട മിസ്കീന്മാരായ നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ കൈപിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. നടക്കാൻ പറ്റുന്നൊരു മുമ്പിൽ ധൃതി പിടിച്ച് നടക്കും. രോഗികളുണ്ടാവും, കാലിന് വേദന ഉള്ളവരുണ്ടാവും, അവരൊക്കെ കൈപിടിച്ച് ചേർത്ത് വെച്ച് പുണ്യ നബി ബാക്കിലായിരുന്നു നടന്നിരുന്നത്, മുമ്പിൽ നടന്നിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതറക ളുഹ്റഹു ലിൽ മലായിക, ഹബീബായ നബിയുടെ നടത്തത്തിന്റെ രീതിയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോളം ഭംഗിയുള്ള ഒരാളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് സ്വഹാബിമാർ. ഹദീസ് തുർമുദിയിലുണ്ട്. ഹബീബിന്റെ മുഖത്ത് സൂര്യൻ ചലിക്കുന്ന പോലെ തോന്നുമായിരുന്നു. അത്രമേൽ പ്രഭയുള്ള, ശോഭയുള്ള, തിളക്കമുള്ള മുഖമായിരുന്നു ഹബീബിന്റെ മുഖം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ ഹബീബിനെ ഈ ലോകത്ത് സ്വപ്നങ്ങളിലും നാളെ പരലോകത്ത് യഖ്ലത്തിലും കാണാനുള്ള ഭാഗ്യം സാധുക്കളായ ഞങ്ങൾ എല്ലാവർക്കും, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത ആളുകൾക്കും, ഞങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുന്ന മുഴുവൻ മുഅ്മിന മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബിന്റെ മുഖത്ത് സൂര്യൻ ചലിക്കുന്ന പോലെ അത്ര പ്രഭയായിരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു. മാഷാ അല്ലാഹ്, ആലോചിച്ച് നോക്കി. നബി തങ്ങളുടെ കൂടെ ജീവിച്ച ആളുകളായി പറയാം. ഒരിക്കൽ കണ്ടവരാണെങ്കിൽ ആ ഒരിക്കൽ കണ്ടപ്പോൾ ആവേശം കൊണ്ട് പറയാൻ തോന്നും. അല്ല, ഹബീബിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയാം, അവിടുത്തെ മുഖത്ത് സൂര്യന്റെ ശോഭയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹി. ഇനി പറയുന്ന നബിയുടെ നടത്തത്തെ കുറിച്ചാ. വലാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മിശ്യതിഹി മിൻ റസൂലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ നടത്തം ഒരു വല്ലാത്ത നടത്തമാണ്. അത് ആലസ്യമുള്ള നടത്തമല്ല. നബി തങ്ങളുടെ നടത്തം ഊർജ്ജസ്വലമായ നടത്തമായിരുന്നു. ഭൂമി അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അള്ളാഹു ഭൂമിയെ മടക്കി കൊടുക്കുന്ന പോലെ, റോള് ചെയ്യുന്ന പോലെ, ദൂരം അള്ളാഹു കുറച്ചു കൊടുക്കുന്ന പോലെ ഹബീബിന്റെ കൂടെ നടന്നാൽ എത്ര ദൂരമുണ്ടെങ്കിലും ആ ദൂരം കുറഞ്ഞ പോലെ തോന്നും. وإنا لنجهد أنفسنا وإنه لغير مكترث. ഞങ്ങൾ ഹബീബിന്റെ കൂടെ എത്താൻ ചിലപ്പോൾ ധൃതി പിടിച്ച് നടക്കാറുണ്ട്. ഹബീബായ നബി തങ്ങളാണെങ്കിലോ നോർമൽ നടത്തമാണ് തങ്ങൾ നടക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നും അത് ധൃതിയുള്ള നടത്തമാണോ എന്ന്. അത്രയും ഊർജ്ജസ്വലമായ നടത്തമായിരുന്നു ഹബീബിൻ്റേത് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ.
കാന ഇദാ മശാ അഖ്ല, ഹബീബായ നബി തങ്ങൾ നടക്കുകയാണെങ്കിൽ അഖ്ല എന്ന് പറഞ്ഞാൽ മശാ ബിഖുവ്വത്തിൻ, ഒരൽപ്പം കരുത്തോടുകൂടെ നടക്കുക എന്നാണ് ഇതിനർത്ഥം. അതിൽ അഹങ്കാരമില്ല, സൗമ്യതയും ഭവ്യതയും എളിമയും താഴ്മയുമുള്ള നടത്തമാണ് ഹബീബിന്റെ നടത്തം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മശാ കഅന്നഹു യതവക്കഉ, ഹബീബായ നബി തങ്ങൾ ഒരു കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങി വരുന്ന പോലെയുള്ള നടത്തം. അങ്ങനെ നടത്തും. ഞാനത് കണ്ടത് എനിക്ക് തോന്നുന്നു മുഹമ്മദ് നമ്മുടെ ഷറഫുദ്ദീൻ ആനമങ്ങാട്, ഷറഫുദ്ദീൻ ഹുദവി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ഉപ്പുണ്ടായിരുന്നു ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എപ്പോഴും പണ്ടേ കന്തുറട്ടിട്ട് നടക്കുക. നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന അന്നേ അദ്ദേഹം അങ്ങനെയായിരുന്നു. മാഷാ അള്ളാഹ്. അദ്ദേഹം നടക്കുമ്പോഴേ ഈ ഹദീസൊക്കെ ഓതുമ്പോൾ എനിക്ക് തോന്നും നബി തങ്ങൾ നടന്നിരുന്ന കഅന്നമാ യൻഹദിറു മിൻ സ്വബബിൻ, അങ്ങനെ ഒരു നടത്തം അദ്ദേഹത്തിന്റെ നടത്തത്തിൽ കാണാമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ. ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഉപ്പയാണ്, ദീനൊക്കെ വലിയ ഖിദ്മത്ത് ചെയ്ത സമസ്തയുടെ വലിയൊരു ഖാദിമു കൂടിയായിരുന്നു. അള്ളാഹു നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാൻ. അത് ഹബീബിനെ നടത്തം, ഒരു കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങി വരുന്ന പോലെയുള്ള നടത്തം, അതൊരു ആരോഗ്യമുള്ള മനുഷ്യന്റെ നടത്തമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നടത്തം അങ്ങനെയായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബിമാർ. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംശി മശിയൻ യുഅറഫു ഫീഹി അന്നഹു ലൈസ ബിആജിസിൻ വലാ കസ്ലാൻ. ഹബീബിന്റെ നടത്തം കാണുമ്പോൾ കാണുന്നവർക്കറിയും നബി തങ്ങൾ ഒരു തളർന്നു പോയ ആളല്ല, മടിപിടിച്ചിരിക്കുന്ന ആളുമല്ല, ഉന്മേഷവും കരുത്തുമുള്ള ഒരു മനുഷ്യന്റെ നടത്തമാണ് എന്ന് ഹബീബിന്റെ നടത്തിൽ നിന്ന് കാണാമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, പുണ്യനബിയുടെ നടത്തം പോലെയുള്ള നടത്തം നടന്ന ഒരാളുണ്ട് ഹബീബിന്റെ കാലത്ത്. പുണ്യനബിയുടെ രൂപം പോലെ രൂപമുള്ള ഒരാളുണ്ട് ഹബീബിന്റെ കാലം. പുണ്യനബി എങ്ങനെയാണോ പുഞ്ചിരിച്ചത് അതുപോലെ മനോഹരമായ പുഞ്ചിരിയുള്ള ഒരാളുണ്ട്. അതാരെന്നറിയുമോ? ഹബീബിന്റെ മോൾ. സ്വർഗത്തിലേക്ക് വരുന്ന യുവതികളുടെ, പെണ്ണുങ്ങളുടെ മുഴുവൻ നേതാവ് നമ്മുടെ ഹബീബിന്റെ പ്രിയപ്പെട്ട മോളായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ നടന്നിരുന്ന നടത്തം ഹബീബിന്റെ നടത്തമായിരുന്നുവത്രേ. കുന്നാ അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ അന്നൊരിക്കൽ ഹബീബിന്റെ വീട്ടിൽ, ഹബീബിന്റെ ഭാര്യമാർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ആരും പോയിട്ടില്ല. ലം യുഗാദിർ മിൻഹുന്ന വാഹിദ, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹബീബിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതാ വരുന്നു ഫാത്തിമ. ഫഅഖ്ബലത് ഫാത്തിമതു റളിയല്ലാഹു അൻഹ തംശി, നടന്നിങ്ങനെ വരുന്നത് ഞങ്ങളൊക്കെ നോക്കിക്കണ്ടു. മാ തുഖ്തിഉ മിശിയതുഹാ മിൻ മിശിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈആ. ഹബീബിന്റെ നടത്തം എന്തോ അതേ നടത്തമായിരുന്നു ഫാത്തിമയുടെ നടത്തം റളിയല്ലാഹു അൻഹ. ഹബീബ് എങ്ങനെയാണോ ചിരിച്ചിരുന്നത്, ആ ചിരിയുടെ ആ സൗന്ദര്യവും സൗകുമാര്യവും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചിരിയിൽ ഞങ്ങൾ കണ്ടിരുന്നു. എങ്ങനെയാണോ മുത്തുനബി നടന്നിരുന്നത്, കഅന്നമാ യൻഹദിറു മിൻ സ്വബബിൻ, ഒരു താഴ്ച, ഒരു ഇറക്കത്തിലൂടെ നടന്നു വരുന്ന പോലെയുള്ളൊരു നടത്തം, അത് ഹബീബിന്റെ നടത്തമാണ് എന്ന് ഞങ്ങൾ ഹബീബിന്റെ ഭാര്യമാർ ഒരുമിച്ച് പറഞ്ഞു. നോക്കണേ, ഹബീബിന്റെ നടത്തമാണ് നടക്കുന്നത്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ കഥയാണിത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തം കണ്ടപ്പോ ഹബീബിനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചാൽ അത് ഹബീബിന്റെ പുഞ്ചിരിയായിരുന്നു റളിയല്ലാഹു അൻഹാ. فكان أشبه الناس مشيا بمشية النبي فاطمة عليها رضوان الله. ഹബീബിന്റെ നടത്തം പോലെയുള്ളൊരു നടത്തം ഫാത്തിമ ബീവിയുടെ നടത്തമായിരുന്നു റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളുടെ നടത്തത്തിനൊരു മര്യാദയുണ്ട്. ആണുങ്ങളുടെ നടത്തം പോലെയല്ല പെണ്ണുങ്ങളുടെ നടത്തം. അതിന് ചില മര്യാദകളുണ്ട്, അതിൻ്റെ ചില രീതികൾ ശരീഅത്ത് പറയുന്നുണ്ട്. എന്നാ പിന്നെ സ്വലാത്തെല്ലാം ഇവിടെ എഴുന്നേറ്റിരിക്കുക ഇൻഷാ അല്ലാഹ്. 1-3 സ്വലാത്ത് ചൊല്ലിയാണ്. ചെറിയൊരു ടെക്നിക്ക് ഉണ്ട് ഇപ്പോൾ. എന്താണെന്നറിയുക, നമ്മൾ ഇരുന്ന കസേര അടുത്താക്കി കൊടുക്കുക, കസേര ഒന്ന് മാറിയിരിക്കുക, അങ്ങോട്ടൊരു സ്വിച്ച് ചെയ്യുക. ഓക്കെ,
വിട്ടുകൊടുക്കൂലെന്നുണ്ടോ? ഇത് നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ കസാലയല്ല. അന്ന് അങ്ങോട്ടോട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഉന്മേഷം കിട്ടും. തിരക്കുള്ളവരും സമയം വൈകിയവരൊക്കെ പോയിക്കോളി. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ വിഷയം ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങളോട് പറയുമായിരുന്നു, എങ്ങനെ ആ പെണ്ണുങ്ങളുടെ നടത്തത്തിൽ ഒരു മാന്യത വേണം, ഒരു ഭവ്യത വേണം. ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമുണ്ട്. പെങ്ങളെ, വിദ്യാർത്ഥിനികളെ, കോളേജുകളിൽ പഠിക്കുന്ന മക്കളെ, നിങ്ങൾ അറിയണേ, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കള് മൂസ നബി അലൈഹിസ്സലാം ശുഐബ് നബിയുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് വന്നപ്പോ ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. ഫജാഅത്ഹു മൂസ നബിയുടെ അരികത്തേക്ക് വന്നു. ഇഹ്ദാഹുമാ ആ രണ്ട് പെൺകുട്ടികളിൽപ്പെട്ട ഒരാൾ, മുതിർന്ന മോള് സഫൂറ ബീവി, അവരുടെ അനിയത്തിയാണ് ലിയ എന്ന് പറയുന്ന മഹദി. അപ്പൊ ലിയയും സഫൂറയും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ശുഐബ് നബിയുടെ മക്കളാണ്. ചില റിവായത്തിൽ ശുഐബ് നബി അല്ല, അത് യിറൂൻ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ അബ്ദിന്റെ മക്കളായിരുന്നു. അങ്ങനെയൊക്കെ പറയാറുണ്ടാട്ടെ. അത് മഷ്ഹൂറായതും ജനങ്ങളുടെ അൽസിനുകളിലൊക്കെ സാധാരണ പറയപ്പെടുന്നതും ഇത് ശുഐബ് നബിയാണെന്നാണ്. ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇന്നത്തെ സൗദി അറേബ്യയിലെ അങ്ങ് തബൂക്കിൻ്റെ മീതെ ഹഖൽ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ പരിസരങ്ങളിലാണ് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാം കിണറൊക്കെ പൊക്കി കൊടുത്തതൊക്കെ ഇന്നും അതിൻ്റെ അടയാളങ്ങൾ അവിടെയുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടിയതാണ്. ഒരു അബദ്ധത്തിൽ ഒരു കൊലപാതകം നടന്നു. അതിൻ്റെ പേരിൽ പോലീസുകാരെ തിരയാൻ വന്നു. മൂസ നബി രക്ഷപ്പെട്ട് ഓടിയതാണ്. എത്രയോ ഓടിയെന്നറിയോ? 1300 കിലോമീറ്റർ. ഇവിടുന്ന് ബോംബെക്കുണ്ട് 1000 ചില്ലറ കിലോമീറ്റർ അല്ലേ? 1100-1200 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. അത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്നിട്ട് ജോർഡാനിൻ്റെ കരകടന്ന് ഇന്നത്തെ ഹഖലിൻ്റെ ഭാഗം, സൗദി അറേബ്യയുടെയും ജോർഡാനിൻ്റെയും ബോർഡറിൽ കിടക്കുന്ന ആ പ്രദേശം, ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മഗാറകളുണ്ട് അവിടെ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ വന്നൊരു വൃക്ഷത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകളെയും പിടിച്ച്, ആടിൻ്റെ കയറും പിടിച്ച്, ആടുകൾ ഇങ്ങനെ കുതിരയോടുന്നുണ്ട്, അതിനെ മുറുക്കിപ്പിടിച്ച് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ പ്രായപൂർത്തിയെത്തിയ രണ്ട് മക്കൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, മാ ഖതുബുകുമാ, മാ ഖതുബുകുമാ. ഖതുബ് എന്ന് അറബിയിൽ പറഞ്ഞാൽ അൽ അംറുൽ അദീം, ഭയങ്കര കാര്യം. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഈ പെൺകുട്ടികൾ എങ്ങനെ ഇവിടെ നിൽക്കുക? ഇവിടെയൊക്കെ ഒരുപാട് ആണുങ്ങളാണ്. ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ ചോദിച്ചു. മാ അമ്രുക്കുമാ എന്നല്ല, നിങ്ങളുടെ വിശേഷം എന്താണെന്നല്ല, മാ ഖതുബ്, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായൊരു അനുഭവമാണ്. കുറെ ആണുങ്ങളുടെ അടുത്ത് പെൺകുട്ടികൾ വെറുതെ ഇവിടെ നോക്കി നിൽക്കേ, എന്താണ് നിങ്ങൾക്ക്, എന്താ ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു. ഇതൊക്കെ നമ്മുടെ കോളേജ് കുമാരന്മാരോടും കോളേജ് കുമാരികളോടും പറഞ്ഞാൽ അവർ കേൾക്കുമോ? കേട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മളീ കാണുന്ന പോലെ ഒരു നാണവും ലജ്ജയുമില്ലാതെ ആൺകുട്ടികളോട് മിങ്കിളായി നിന്ന്, ഇതൊക്കെ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കാം അവർക്ക്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം. നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും അവരിടപഴകുന്നതിന് കർശനമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമിൽ. നിയന്ത്രിക്കപ്പെടേണ്ട വിഷയമാണത്. ആൺകുട്ടികളോട് അങ്ങോട്ട് തോളിൽ പിടിച്ച് വർത്താൻ പറയേണ്ടത് പെൺകുട്ടികൾ. അതാണ് അവസ്ഥ. മുമ്പൊക്കെ ആൺപിള്ളേർ പെൺപിള്ളേരെ പിന്നാലെ പോയത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തിരിച്ചിങ്ങോട്ടാണ്.
തോളിൽ പിടിച്ചിരിക്കുക, അവർ കഥ പറയുക, അവരൊരുമിച്ചിരിക്കുക. നൈറ്റ് ക്ലബ്ബുകൾ, നൈറ്റ് കഫേകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ. രാത്രിയൊക്കെ 1 മണി 2 മണി 3 മണിക്കൊക്കെ ഞങ്ങൾ പലയിടത്തും പരിപാടിയൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് വരുന്ന സമയം എവിടെയെങ്കിലും വല്ല വെള്ളമോ ചായ കുടിക്കാൻ വേണ്ടി കയറുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൽ തട്ടട്ട കുട്ടികളുണ്ട്, അല്ലാത്തവരുണ്ട്. പാതിരാ സമയം ഒരേ പ്രായക്കാരായ ചെറുപ്പക്കാരായ കുട്ടികൾ അവരൊരുമിച്ച് അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അവർ ചിരിക്കുന്നു. അവർ മെഹ്റമല്ല എന്ന് ഉറപ്പാണ്. പിന്നെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, കൂടെ പഠിക്കുന്ന അവരുടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം, ആരോ ആയിരിക്കാം. മുസ്ലിമീങ്ങളായ പെൺകുട്ടികളോട് പറയാൻ അങ്ങനെ ഒരു ഫ്രീ മിംഗ്ലിംഗ് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. മുസനബിയുടെ മുമ്പിലേക്ക് ഷുഐബ് നബി അലൈഹിസ്സലാം ഒരു മോളെ പറഞ്ഞയച്ചത് ഖുർആൻ പറയുന്നത് ഇത് പറഞ്ഞുതരാനാണ്. മുസനബി ചോദിച്ചു, മാ ഖത്ബുകുമാ, എന്തേ നിങ്ങൾക്ക് പറ്റിയത് കുട്ടികളെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇന്നാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഹ് വഅബൂനാ ശൈഖുൻ കബീർ. 2 കാരണങ്ങളാ കുട്ടികൾ പറഞ്ഞു. എന്തുകൊണ്ട് അവർ പുറത്തിറങ്ങേണ്ടി വന്നു? ഒന്ന്, ഇന്നാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഹ്, ഞങ്ങളുടെ ഈ ആടുകൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത്, ഈ ആണുങ്ങളൊക്കെ ഇവിടുന്ന് ആടുകൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത് അവര് പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. ഞങ്ങൾ അവരോട് ഷോൾഡർ ടു ഷോൾഡർ റബ്ബ് ചെയ്തിട്ടും ഉരസിയിട്ടും അവിടെ ഞങ്ങൾ ഒരിക്കലും നിൽക്കാറില്ല. അത് ചോദിക്കുന്ന മൂസനബിയാണെന്ന് പോലും അവർക്ക് അറിയില്ല. മൂസനബി നബിയായിട്ടില്ല, നബിയാവാൻ പോകുന്നുള്ളൂ. കാരണം വീണ്ടും ഒരു 8 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സഫോറ ബീവിയെയും കല്യാണം കഴിച്ച് പോകുന്ന പോക്കില പിന്നെ അള്ളാഹുവിനോട് സംസാരിച്ചതും വഹി കിട്ടുന്നതും നബിയാകുന്നതൊക്കെ. ഈ സംഭവം നടക്കുമ്പോൾ മൂസനബി സ്വാലിഹായ ഒരു അബ്ദാണ്, അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. പക്ഷെ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ അവർ 2 കാരണം. ഒന്ന്, ഞങ്ങൾ ആണുങ്ങളുമായി മിങ്കിളാവൂല, ഞങ്ങൾ അവരോട് തിക്കും തിരക്കും തോള് പിടിച്ച് വർത്താനം പറയാൻ വന്നവരല്ല, അവരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ആടിനെ വെള്ളം കുടിപ്പിക്കുക നമ്മൾ ചെയ്യുള്ളൂ. 2, വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങൾക്ക് ആങ്ങളല്ല, ഞങ്ങൾക്കൊരു വാപ്പയുള്ളൂ. ആ വാപ്പ ഒരുപാട് പ്രായമായി നടക്കാൻ പറ്റാത്ത വാപ്പയാണ്. ആ വാപ്പാക്ക് ഞങ്ങൾ 2 മക്കളെ ഉള്ളൂ. ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ പുറത്തു വന്നതാണ്. അതാണ് ആ പറഞ്ഞതിന്റെ കാരണം. ഞങ്ങൾ എന്തുകൊണ്ട് വന്നു? വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല, ഞങ്ങള് മഹറമില്ലാതെ ഇറങ്ങിപ്പോന്നതല്ല. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിതാവിന് സേവനം ചെയ്യാൻ ഞങ്ങൾ 2 മക്കളെ ഉള്ളൂ. നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാം അത് അനുവദിച്ചു. നിർബന്ധിത സാഹചര്യമാണോ? നിങ്ങൾ ജോലിക്ക് പോയിക്കോ. ഹലാലായ നിങ്ങൾക്ക് ഒരു ദീനിന് തടസ്സം വരാത്ത ജോലികളുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ജായിസാണ്. നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ സമ്മതവും ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലേ, നിങ്ങളത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അല്ലാഹു അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. അത് ഒരു ഉമ്മത്തിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു വീടിന്റെ, ഒരു നാടിന്റെ പുനഃസൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. നിങ്ങളെ വീട്ടിൽ തളച്ചിടുക എന്നതിനെ കുറിച്ച് നിങ്ങളോട് പലരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സേവനം, അതിൻ്റെ അഭാവത്തിൽ കാണുന്ന മഹാനഷ്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് എത്ര വലിയ ദൗത്യമാണ് നിങ്ങളുടെ തോളിൽ അള്ളാഹു വെച്ച് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ പെൺകുട്ടികളിൽ ഒരാൾ പിതാവിനോട് ഈ കഥയൊക്കെ പറഞ്ഞു. അവർ നേരത്തെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷുഐബ് നബി ചോദിക്കുക, മക്കളെ എന്ത് പറ്റി, ഇന്ന് നേരത്തെ വന്നല്ലോ? പറഞ്ഞു, ഉപ്പ ഒരാൾ ഞങ്ങളെ സഹായിച്ചു. ആ കിണറിന്റെ അടഞ്ഞു കിടക്കുന്ന ഭാഗത്തെ പാറക്കല്ല് ഒറ്റക്കയാളെടുത്ത് മാറ്റി തന്നു, ഞങ്ങൾക്ക് അവിടുന്ന് വെള്ളം തന്നു, ഞങ്ങളുടെ ആടുകളെ കുടിപ്പിച്ചു, ഞങ്ങളിപ്പോൾ നേരത്തെ എത്തി. അങ്ങനെ ഉപ്പ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരാളെ കൂലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സത്യസന്ധനായ ഒരാളെ, നല്ല ആരോഗ്യമുള്ള കഴിവുള്ള ഒരാളെയാണല്ലോ നമ്മൾ ജോലിക്ക് വിളിക്കേണ്ടത്. ആരോഗ്യം മാത്രം പോരാ, ആദ്യം പറഞ്ഞെന്താണ്? അൽ അമീൻ, സത്യസന്ധനായ മനുഷ്യൻ. അയാൾ മോശപ്പെട്ട നോട്ടം നോക്കൂല. ആ മനുഷ്യൻ നിങ്ങളെ മോശമായി നിങ്ങളോട് പെരുമാറൂല. ആ മനുഷ്യൻ അള്ളാനെ പേടിക്കുന്ന ആളാണ്, ആരോഗ്യമുണ്ട്, അപ്പോഴേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉപ്പ, ആ മനുഷ്യനെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ? എന്നാ മോളെ, നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദിയായി ആ മനുഷ്യന് ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോള് അയാളൊന്ന് വിളിച്ചു കൊണ്ടുവരേണമേ. അപ്പോ ഷുഐബ് നബിയുടെ മോള്, അവർക്ക് അന്യനായ ഒരു പുരുഷനാണ് മൂസനബി അലൈഹിസ്സലാം. ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല. മൂസനബി ഒരു പ്രവാസിയാണ്. അവിടെ മൂസനബിയുടെ നാട് ഈജിപ്താണ്. അവിടെ നിന്ന് കനാനിലെത്തിയിരിക്കുകയാണ്, ഇന്നത്തെ സൗദിയുടെ ജോർഡാനിന്റെ ബോർഡറിൽ. അങ്ങനെ നിൽക്കുന്ന മൂസനബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് നടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ.
നമ്മുടെ പെൺകുട്ടികളെ പോലെ നെഞ്ചും വിരിച്ചങ്ങ് നടക്കുകയാണോ? അല്ലെങ്കിൽ കൂളായിട്ട് ഒച്ചയും ബഹളവും വെച്ച് ഉറക്കെ ചിരിച്ച് നമ്മുടെ റോഡുകളിലും ക്യാമ്പസിന്റെ മുമ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഒരുതരം ലജ്ജയില്ലായ്മയോ കാണുമ്പോഴേ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഇതൊക്കെ അഭിനവ സംസ്കാരമെന്നോ മോഡേണിസമെന്നോ എന്ത് വിളിച്ചാലും ഒരു പെണ്ണിന്റെ സംസ്കാരത്തോട് യോജിക്കാത്തതാണെന്ന ഇസ്ലാം അതിനെക്കുറിച്ച് പറയാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ ഫജാഅതുഹു മൂസ നബിയുടെ മുമ്പിലേക്ക് വന്നു ഇഹ്ദാഹുമാ ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ മുതിർന്നവളായ സഫൂറ ബീവി. എങ്ങനെ വന്നു? തംശി നടന്നുകൊണ്ട് വന്നു. അവിടെ നമ്മുടെ വിഷയം കിടക്കുന്നത് അല ഇസ്തിഹ്യാ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെയാ വന്നത്. ഖുർആൻ തഫ്സീർ പറയാ അവിടെ മാ ജാഅത് ഇലൈഹി ജരീഅതൻ സലീത, അങ്ങോട്ട് ബോൾഡായിട്ട് ഞാൻ എല്ലാറ്റിനും പോന്നവളാണ്, അങ്ങനെ എല്ലാ പെൺകുട്ടി വന്നത് വളരെ സൗമ്യതയോടെ ഭവ്യതയോടെ നാണത്തോടുകൂടിയാണ് ആ പെണ്ണ് വരുന്നത്. കാരണം അന്ന മുഖാതബത്തൽ മർഅത്തി ലിറജുലിൻ അജ്നബിയിൻ സ്വഅബത്തുൻ അലൽ അഫീഫ, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഈ നാണത്തോടുകൂടിയായിരിക്കും. കാരണം ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ഇടപെടുന്നത് ഈ ലജ്ജയോടുകൂടെയേ അവർക്ക് ഇടപെടാൻ പറ്റൂ. ഇത് മനുഷ്യന്റെ സംസ്കാരമാണ്. ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരവും അച്ചടക്കവും അതാണ്. അതുകൊണ്ട് അന്യ ആളുകളുമായി ഇടപഴകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണം. മോഡേണിസവും ഫ്രീ ചിന്താഗതിയും മതമില്ലായ്മയും ഇതൊക്കെ തലയിൽ കയറ്റി നടന്നിട്ട് അവസാനം റൂഹ് തൊണ്ടയിൽ നിറങ്ങുമ്പോഴായിരിക്കും ബോധം വരിക. അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരായിക്കോട്ടെ, 15 വയസ്സ് കഴിഞ്ഞോ അവരെ നിങ്ങളൊരു അഡൽട്ടായിട്ട് കാണണം. നിങ്ങളൊരു അഡൽട്ടാണ്. പ്രായപൂർത്തി കഴിഞ്ഞാൽ above your puberty, when you hit your puberty, you are an adult. അങ്ങനെ വരുമ്പോൾ ഒരു അഡൽട്ടിനോട് നിങ്ങൾക്ക് പെരുമാറാൻ ലിമിറ്റുകളുണ്ട്. അത്യാവശ്യം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ക്ലാസ് റൂമിൽ പഠിക്കേണ്ട അവസ്ഥയാണ്. ആ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സോ നിങ്ങളുടെ പ്രൊഫസേഴ്സോ നിങ്ങൾക്ക് നൽകുന്ന ചില അസൈൻമെന്റുകളോ ടാസ്കുകളോ ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ പോലും അൽ-ഇസ്തിഹ്യാ, ഒരു പെൺകുട്ടി പാലിക്കേണ്ട അച്ചടക്കം അവിടെ പാലിച്ചേ പറ്റൂ. അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വഴി തുറന്നു തന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ടൂർ പോകുന്നുണ്ടാകാം, കോളേജിൽ നിന്ന് നിങ്ങൾ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അച്ചടക്കം പാലിക്കണം. ഞാൻ മുസ്ലിം പെൺകുട്ടിയോടെ പറയാം, ലോകത്തെല്ലാ പെൺകുട്ടിയോടും നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അച്ചടക്കം പാലിക്കണം. എങ്ങനെ? മിതമായ സംസാരവും. ഒരു അന്യ പുരുഷനോട് ഞാൻ ഇടപെടുന്നത് ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഖുർആൻ പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, പെണ്ണുങ്ങളെ അലൈക്കും ബിഹാഫാത്തി തുരീഖ്, നിങ്ങൾ വഴിയുടെ ഓരം ചേർന്നുകൊണ്ടാണ് നടക്കേണ്ടത്. റോഡിന്റെ സൈഡിലൂടെയാണ് നടക്കേണ്ടത്. ഒരു വഴിയുടെ സൈഡിലൂടെ പുരുഷന്മാർ മധ്യത്തിലൂടെ നടക്കുന്ന വിരോധമില്ല, പക്ഷേ സ്ത്രീകൾ റോഡിന്റെ സൈഡിലൂടെ നടക്കും. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫെമിനിസ്റ്റുകളൊന്നും ഒച്ചപ്പാടുണ്ടാക്കാൻ നിൽക്കേണ്ടത് ഹബീബിന്റെ ചര്യയും ഹബീബിന്റെ സുന്നത്തും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്. ഓക്കെ, പെൺകുട്ടികൾ നടക്കേണ്ടത് അങ്ങനെയാണ്. അലൈകുന്ന ബിഹാഫാത്തി തുരീഖ്, നിങ്ങൾ വഴിയുടെ മധ്യത്തിലൂടെ നെഞ്ചുവിരിച്ച് നടക്കരുത്. അതിനൊരു അച്ചടക്കമുണ്ട്. നിങ്ങളുടെ സൗന്ദര്യങ്ങളിൽ, നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളിൽ, വളകളും മോതിരവും മാലയും കാതിലും കഴുത്തിലും നിങ്ങളുടെ പാദസരത്തിലും നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളെക്കാളും നിങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന ആഭരണം എന്താണെന്നറിയോ പെൺകുട്ടികളെ? അത് നിങ്ങളുടെ ലജ്ജയാണ്, നിങ്ങളുടെ നാണമാണ്, നിങ്ങളുടെ സംസ്കാരമാണ്. അതില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താണ്? ഇതിനൊക്കെ ഇസ്ലാമിനെ നിഷ്കർഷിക്കാനും പറയാനും വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിലൂടെ ഹബീബായ നബി തങ്ങൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന് സ്വഹാബികൾ പറയുകയാണ്. ഇദാ മശാ തഖല്ല, ഹബീബായ നബി തങ്ങൾ നടക്കുകയാണെങ്കിൽ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ, ഒരു ചെരിവിൽ നിന്ന് താഴെ ഇറങ്ങുന്ന പോലെ കാൽ ബോധത്തോടെ
കരുത്തോടുകൂടെ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന നടത്തമായിരുന്നു ഹബീബിൻ്റേത്. അതിൽ അഹങ്കാരമില്ലായിരുന്നു, സൗമ്യതയും ഭവ്യതയും എളിമയും ഉണ്ടായിരുന്ന നടത്തമാണ് ഹബീബിൻ്റേത്. ധീരതയുള്ള ഉലുൽ അസ്മുകളായ അമ്പിയാക്കന്മാരുടെ നടത്തമായിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ ഒരു വിവരണമുണ്ട് നടത്തങ്ങളെക്കുറിച്ച്. സാദുൽ മആദിൽ അദ്ദേഹം 10 തരത്തിലുള്ള നടത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. 10 തരത്തിലുള്ള നടത്തങ്ങൾ, അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഒന്ന് തമാവുത്ത്, മെല്ലെ കുഴഞ്ഞടക്കുക. പിന്നെ ഹൗജ എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ചു ഓടുക. ഹവൻ എന്ന് എംഷൂന അലൽ അർളി ഹൗന, മൃദുലമായ നടത്തം. 4 സഅയ് എന്ന് പറഞ്ഞാൽ ഒരൽപ്പം സ്പീഡിൽ നടക്കലാണ്. അത് കഴിഞ്ഞാൽ റംല് സഅയിനേക്കാളും സ്പീഡാണ്. റംല് ചെയ്യാന്ന് പറയും. സഫാ മർവക്കിടയിൽ നടക്കുമ്പോഴേ നമ്മൾ ആ പച്ച ലൈറ്റ് വരുന്നിടത്ത് സ്പീഡിൽ നടക്കൂലേ, അതിന് റംല് എന്നാ പറയാം. റംല് നടത്തമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബബ് എന്ന് പറയും. ഖബ്ബ ഫീ തവാഫിഹി 3 വമശാ 4. തവാഫ് ചെയ്യുമ്പോൾ 7 റൗണ്ട് പോകണം. ആ 7 റൗണ്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 റൗണ്ട് ധൃതിയിലാണ് നടക്കേണ്ടത്. ഒരു ചെറിയ ധൃതിയിൽ നടക്കണം. ഓടല്ല എന്നാൽ വെറുതെയുള്ള നടത്തവുമല്ല, ഒരു ധൃതിയിലുള്ള നടത്തം. പിന്നെ 4 നോർമൽ നടത്തമാണ് നടക്കേണ്ടത്. പുരുഷന്മാർക്ക് പ്രത്യേക സുന്നത്താണത്. തവാഫ് ചെയ്യുമ്പോൾ സഅയ് ചെയ്യുമ്പോൾ അതും പുരുഷന്മാർ, പെണ്ണുങ്ങൾ ഓടരുത്. പച്ച ലൈറ്റുള്ള സ്ഥലം ഹാജർ ബീവി ഓടിയ സ്ഥലം എന്ന് പറയും. അതായത് സഫാ കുന്നിന്റെ താഴ്വരയാണത്. ആ താഴ്വര ചെന്ന് തുടങ്ങുന്ന ഭാഗമാണ് പച്ച ലൈറ്റ് ആരംഭിക്കുന്നത്. ഉംറക്ക് പോയവർക്ക് ഞാൻ ഈ പറയുന്ന പച്ച ലൈറ്റ് മനസ്സിലാവും. ആ തവാഫ് സഅയ് ചെയ്യുന്ന ഹാളിൽ കാണുന്ന പച്ച ലൈറ്റ്, അത് തുടങ്ങുന്നത് സഫാ കുന്നിങ്ങനെ അവസാനിച്ചിരുന്ന സ്ഥലം. ഇപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിരപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ താഴ്വരയിലെത്തിയാൽ ധൃതി പിടിച്ച് നടന്നിരുന്നു. ആ സ്ഥലമാണ് ഇപ്പൊ ഈ പച്ചലൈറ്റുള്ളത്. മർവയുടെ താഴ്വര അവസാനിക്കുന്നിടത്ത് നിർത്തിയിരുന്നു ആ സ്പീഡ് നടത്തം. അവിടെയാണ് ഈ പച്ചലൈറ്റ് അവസാനിക്കുന്നത് ഇപ്പോ. അതുകൊണ്ട് അത് പുരുഷന്മാർ, പെണ്ണുങ്ങൾ ഓടരുത്. ഉംറക്ക് പോകുമ്പോഴേ കൂടുതൽ ആണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ ഓടും. പെണ്ണുങ്ങൾക്ക് ഓടാൻ പാടില്ല. അവർ നോർമൽ നടത്തമേ അവിടെ നടക്കാൻ പാടുള്ളൂ. സഅയിലും തവാഫിലും ഒക്കെ അങ്ങനെയാണ്. പുരുഷന്മാർക്കത് സുന്നത്താണ്. അതിനാണ് ഖബബ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് റംല് എന്ന് പറയും. റസൂലുള്ളാഹി തങ്ങൾ ധൃതി പിടിച്ച് നടന്നു. അത് കഴിഞ്ഞിട്ടൊരു നടത്തമുണ്ട് നസ്ലാൻ. നസ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഡോക്ടർമാരൊക്കെ നടക്കാൻ വേണ്ടി പറയില്ലേ, നിങ്ങൾ ഒരു എക്സസൈസ് പോലെ നടക്കുക. ആ നടത്തത്തിനാണ് നസ്ലാൻ എന്ന് പറയാം. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കും ഒക്കെ നടന്നപ്പോൾ സ്വഹാബിമാര് നബിയോട് പരാതി പറഞ്ഞു. ഷകൗ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മശി ഫി ഹജ്ജത്തിൽ വിദാ. ഹബീബായ നബി തങ്ങളുടെ യാത്ര ചോദിച്ച ഹജ്ജ്, വിടവാങ്ങൽ ഹജ്ജ്, ഒരു ഹജ്ജേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവസാനത്തേതും ആദ്യത്തേതുമായിരുന്നു. ആ ഹജ്ജിൽ സ്വഹാബികൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഞങ്ങൾ നടന്ന് കുഴങ്ങി നബിയെ, തളർന്നു പോയി നബിയെ, എത്ര നടത്തായി നടക്കണത് എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു, ഇസ്തഈനു ബിൻ നസ്ലാൻ. നസ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമല്ലോ. നസ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ധൃതിയിലുള്ള നടത്തമാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നടക്കുന്ന പോലെയുള്ളൊരു നടത്തം. അങ്ങനെ നടക്കുമ്പോൾ കുറേ ദൂരം പെട്ടെന്ന് നടന്നു കിട്ടും, അല്ലേ? നമ്മളിപ്പോൾ ഒരു ആപ്പിൾ വാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്മാർട്ട് വാച്ചുകളോ കയ്യിൽ കെട്ടിയിട്ട് നടക്കുകയാണെങ്കിൽ പഠിച്ചൊരു ഇത്ര പെട്ടെന്ന് 4 കിലോമീറ്ററൊക്കെ ഞാൻ നടന്നോ എന്നായിരിക്കും നമ്മൾ കാണുക. അത് കാരണം ആ സ്പീഡിൽ നടക്കുമ്പോൾ അറിയൂല. അപ്പൊ തങ്ങൾ പറഞ്ഞു, മുസ്ദലിഫയിൽ നിന്നും മിനയിലും അറഫയ്ക്കൊക്കെ നടക്കുമ്പോഴേ ആ ധൃതിയുള്ള നടത്തം നടന്നാൽ നിങ്ങൾക്ക് ക്ഷീണമറിയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഫഅലൈക ഇസ്തഈനു ബിൻ നസ്ലാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7